ഉപവാസം എന്നാൽ നമ്മുടെ ആഴമുള്ള ആത്മീയ വിശപ്പും ദൈവത്തിനായുള്ള അതിയായ ദാഹവും ശമിപ്പിക്കുവാനായി ഭക്ഷണത്തേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഫരിസേയരും യോഹന്നാന്റെ ശിഷ്യരും ഉപവസിക്കുകയും ക്രിസ്തുവിൻ്റെ ശിഷ്യർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഫരിസേയർ ക്രിസ്തുവിനോട് ചോദ്യം ഉന്നയിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക. ഫരിസേയരെ കുറിച്ച് നാം കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ജീവിതത്തിലെ കുറവുകളെ തിരുത്തുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൽ ഫരിസേയർ ശ്രദ്ധാലുക്കളായിരുന്നു. തങ്ങൾ വിശ്വസ്തരാണ്, ഉയർന്നവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ മറ്റുള്ളവരുമായി തങ്ങളെ താരതമ്യപ്പെടുത്തിയിരുന്നത്. ഇതുകൊണ്ടാണ് ഫരിസേയർ ക്രിസ്തുവിനോട് ചോദ്യം ചോദിക്കുക. ക്രിസ്തുനാഥൻ ഇതിനുള്ള മറുപടി വളരെ നല്ല രീതിയിൽ നൽകുന്നുമുണ്ട്. ഉപവാസം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുനാഥൻ സ്വയം സുവിശേഷമായതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളും സ്വയം സുവിശേഷമാകുന്നതിനായി ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ് ഉപവാസം എന്ന് പറയുക. ഉപവാസം എന്ന വാക്കിനർത്ഥം തന്നെ കൂടെ വസിക്കുക എന്നുള്ളതാണ്. ഈ ഉപവാസത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തുവിനെ പോലെ സുവിശേഷമായി തീരുക എന്നുള്ളതാണ്. അവൻ്റെ വാക്കുകൾ നമ്മുടെ വാക്കുകളാകണം. അവൻ്റെ ചിന്തയും യുക്തിയും നമ്മുടേതായി തീരണം. അവൻ്റെ പ്രവൃത്തികൾ നമ്മുടെ പ്രവൃത്തികളാകണം. അവൻ്റെ വികാരങ്ങളും വിചാരങ്ങളും നമ്മുടേതായി തീരണം. ഇതാണ് യഥാർത്ഥ ഉപവാസം എന്ന് പറയുക. ക്രിസ്തുനാഥൻ ഇതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. പഴയതിൽ പുതിയത് നാം കൂട്ടിച്ചേർക്കാൻ പാടില്ല. അതായത് ക്രിസ്തുവിൻ്റെ പുതിയ വിശ്വാസപരമായ വിശുദ്ധി നിറഞ്ഞ കാര്യങ്ങൾ പഴയ പാരമ്പര്യത്തിൽ നാം ഒരിക്കലും കൂട്ടിച്ചേർക്കരുത്. ക്രിസ്തുനാഥൻ പൂർണ്ണമായ മാനസാന്തരമാണ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഞാൻ എൻ്റെ പഴയ പാപങ്ങളും തിന്മകളും തുടരും, എനിക്ക് ഈ ലോക സുഖവും വേണം, ക്രിസ്തുവും വേണം എന്ന് നമുക്കൊരിക്കലും തീരുമാനിക്കുവാനോ അതനുസരിച്ച് ജീവിക്കുവാനോ സാധിക്കുകയില്ല. കാരണം ക്രിസ്തുനാഥൻ ഒരു പുതിയ ജീവിതശൈലി പഠിപ്പിക്കുവാനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതാണ് രക്ഷ, അല്ലെങ്കിൽ സ്വർഗരാജ്യ പ്രവേശനം എന്ന് പറയുക. ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെയും ദൈവത്തിൻ്റെ കരുണ യാചിക്കുന്നതിൻ്റെയും ദൈവത്തിൻ്റെ ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് രക്ഷ പ്രാപിക്കുന്നതിൻ്റെയും അടയാളമാണ് ഉപവാസം എന്ന് പറയുക. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഏക സത്യദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. ഈ നിത്യജീവന് നമ്മെ ഒരുക്കുന്നതാണ് യഥാർത്ഥ ഉപവാസം എന്ന് പറയുക. ഒരിക്കൽ ഒരു പ്രശസ്തനായ വ്യക്തി ഇപ്രകാരം പറയുകയുണ്ടായി, ഞാൻ ഉപവസിക്കുമ്പോഴെല്ലാം എൻ്റെ ദൈവിക അനുഭവം കൂടുതൽ മധുരമുള്ളതായി തീരുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവാത്മാവിൻ്റെ പ്രകാശം കൂടുതൽ തിളക്കമുള്ളതാകുന്നു. ദൈവവചനത്തോടുള്ള വിശപ്പും ദാഹവും കൂടുതൽ ശക്തമാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉപവാസവും ഇപ്രകാരമായി തീരട്ടെ. നമ്മൾ ഉപവസിക്കുമ്പോൾ ദൈവിക അനുഭവം നമുക്ക് മധുരമുള്ളതായി തീരട്ടെ. ദൈവാത്മാവിൻ്റെ പ്രകാശം തിളക്കമുള്ളതായി തീരട്ടെ. ദൈവവചനത്തോടുള്ള വിശപ്പും ദാഹവും കൂടുതൽ ശക്തമാകട്ടെ. ഇതിനുള്ള കൃപാവരത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.